ലേൺ ഫോർ പീസ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ 2 ഘട്ട പരീക്ഷകളും അവസാനിച്ചു. ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയും 2ാം ഘട്ട പരീക്ഷ ഈ മാസം അവസാനം, അതായത് കൃത്യമായി പറഞ്ഞാൽ 1 മാസത്തിലേറെ സമയം ഉണ്ടായിരുന്നു 2ാം ഘട്ട പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ മാസം 28ാം തീയതി 2ാം ഘട്ട പരീക്ഷയും കഴിഞ്ഞു. പ്രധാനമായിട്ടും സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഈ 2 തസ്തികയ്ക്ക് വേണ്ടിയാണ് ഇപ്രാവശ്യം ഈ ഒരു ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടത്തിയത്. ഓക്കെ, അപ്പോൾ ഈ 2 പരീക്ഷയും തമ്മിൽ ആ ടഫ്നെസ്സിന്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അറിയാം, ആദ്യത്തെ പരീക്ഷ വളരെ അത്യാവശ്യം ഉദ്യോഗാർത്ഥികൾക്ക് പ്രയാസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 മാസങ്ങൾക്കിപ്പുറം ഈ ഒരു 2ാം ഘട്ട പരീക്ഷ നടന്നപ്പോൾ ഈ ഒരു ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കുവാനായിട്ട് 1 മാസത്തിൽ കൂടുതൽ സമയം കിട്ടി. അതുപോലെ തന്നെ എന്നാൽ ആ ഒരു പരീക്ഷ അത്ര ഒരു ടഫ്നെസ് ഇവിടെ ഇല്ലായിരുന്നു എന്നതും വാസ്തവമാണ്. എന്ന് വെച്ചാൽ പരീക്ഷ ഭയങ്കര എളുപ്പം എന്ന് ഞാൻ പറയുന്നില്ല. 1ാം ഘട്ട പരീക്ഷയെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. അല്ലെ, കുറച്ച് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ഇവിടെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, പരീക്ഷ പ്രയാസം തന്നെയാണ്. 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയം മിക്ക ഉദ്യോഗാർത്ഥികൾക്കും കിട്ടിയിട്ടില്ല 2 ഘട്ട പരീക്ഷയിൽ. എന്നിരുന്നാലും എന്താ പറയാ, മറ്റേ 1ാമത്തെ പരീക്ഷ അപേക്ഷിച്ച് ഒരു ഈസിനെസ് എന്തുണ്ടായിരുന്നു ഈ 2ാം ഘട്ട പരീക്ഷ എഴുതിയവർക്ക് ഉണ്ടായിരുന്നു എന്നൊരു വാസ്തവം തന്നെയാണ്. അപ്പോ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഈ 2 പരീക്ഷയുടെ ഒരു ചെറിയൊരു അനാലിസിസ്, പിന്നെ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് എത്രത്തോളം മാർക്ക് വേണ്ടി വരും എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ പരീക്ഷ ഡേറ്റ് പ്രഖ്യാപിച്ചു. ഇപ്പൊ 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 27-നാണ്, നിങ്ങൾ അറിഞ്ഞു കാണും. അതുപോലെ തന്നെ SIയുടെ പരീക്ഷ PS നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഓഗസ്റ്റ് 30-നാണെന്ന്. അല്ലെ, ഓഗസ്റ്റ് 30-നാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഒന്ന് നോക്കണേ, ഓഗസ്റ്റ് 30-നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ എന്നാലും ഓഗസ്റ്റ് അവസാനത്തോടു കൂടി SIയുടെ പരീക്ഷ ഡേറ്റും PSC നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ ഡേറ്റ് എന്ത് ചെയ്തു, ഇപ്പോൾ PSC പ്രഖ്യാപിച്ചു സെപ്റ്റംബർ 27. കൃത്യമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ ജൂൺ 30-നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് 62 ദിവസം, പിന്നെ സെപ്റ്റംബർ ഒരു 26 ദിവസം. ഓക്കെ, എല്ലാം കൂടെ ചേർന്ന ഒരു 88 ദിവസം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് കിട്ടും. ഏകദേശം 88, 90 ദിവസം പോലും തികച്ചില്ല കേട്ടല്ലോ. ഓക്കെ, ഒരു ഏകദേശം 90 ദിവസം അല്ലെ ഒരു 3 മാസം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം കിട്ടുമെന്ന് കരുതാം. അത് ഇപ്പൊ ഇന്നോട്ട് നാളത്തോടെ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ ഏകദേശം 90 ദിവസം എന്ത് ചെയ്യും, കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 90 ദിവസം കൊണ്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടത് 2 പേപ്പറാണ്. അതിൽ ഒരു പേപ്പർ നിങ്ങൾ ഈ ഒരു പ്രിലിംസ് പരീക്ഷയുടെ ആ ഒരു സിലബസിന് സെയിം തന്നെയാണ് ഏകദേശം. അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഓക്കെ, എന്നാൽ 2ാമത്തെ പേപ്പർ ഇതിന് തികച്ച് വ്യത്യാസമായിട്ട് PSC പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെക്രട്ടറിയേറ്റിന് വേണ്ടിയിട്ട് ഒരു 2 പേപ്പറായിട്ട് പരീക്ഷ നടത്തുകയാണ്. ഓക്കെ, ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊന്നും സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല. ഒറ്റ മെയിൻസ് പരീക്ഷ ഒറ്റ പേപ്പറായിരുന്നു. ഇപ്രാവശ്യം 2 പേപ്പറായിട്ട് നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ 2ാമത്തെ പേപ്പർ കൂടെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം ഒരുപാട് വേണ്ടി വരും. മിക്ക ഉദ്യോഗാർത്ഥികളും ഇതിന് വേണ്ടിയിട്ട് പഠിച്ചത് ഈ ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് പേപ്പർ മറ്റൊരു സെയിം ആണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഒരു പേപ്പറിന് വേണ്ടി പഠിക്കുന്നത് 2ാമത്തെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ പ്രയോജനപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പ്രിലിംസ് പരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെയും ആവശ്യപ്പെടും. പിന്നെ എന്ത് ചെയ്യാം, ഈ ഒരു 2ാമത്തെ പേപ്പറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീണ്ടും പഠിച്ചു തുടങ്ങേണ്ടി ഇരിക്കുന്നു. ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മിച്ചിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 പരീക്ഷയുടെ ആദ്യഘട്ടം നോക്കാം. അപ്പൊ ആദ്യഘട്ട പരീക്ഷയിൽ ഇപ്പൊ പരീക്ഷ ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ മിക്കവർക്കും പണി കിട്ടിയെന്ന് മനസ്സിലോട്ടുണ്ടാവും. കാരണം നല്ല ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് പേജുകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ, ചോദ്യ പേപ്പറാണോ ചോദ്യ ബുക്കാണോ ഒക്കെ എന്ത് ചെയ്യുക, അവിടെ നിന്നുകൊണ്ട് ഉദ്യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് നല്ല വെയിറ്റും കനമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചോദ്യങ്ങളുടെ കാഠിന്യവും അത്യാവശ്യം കൂടുതലായിരുന്നു 1ാം ഘട്ട പരീക്ഷയ്ക്ക്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ഓർഡറിൽ ഇപ്പോൾ 1, 1ാം ചോദ്യം, 2ാം ചോദ്യം അങ്ങനെ വായിച്ചു പോകുന്ന ഒരാൾക്ക്
കൃത്യമായി പറയാം, ഈ ഒരു 1.25 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കൃത്യമായൊരു സ്ട്രാറ്റജിയോടുകൂടി ചോദ്യങ്ങളെ കവർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അത്യാവശ്യം ഒരു 60-65 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 65, ഓക്കെ, അതിനപ്പുറം ഒക്കെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഒരു 65 ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കൃത്യമായിട്ട് സ്ട്രാറ്റജിയോട് പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പായിട്ട് പറ്റും. അവർക്കൊക്കെ അത്യാവശ്യം എന്ത് ചെയ്യും നല്ല മാർക്കും എന്ത് ചെയ്യും ഉണ്ടാവും. കാരണം എല്ലാ ചോദ്യങ്ങളും പ്രസ്ഥാന രീതിയിലുള്ള ആവണമെന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങൾ കവർ ചെയ്ത്, പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ ഒരു 3 കാറ്റഗറി ചോദ്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അത്യാവശ്യം മാർക്ക് എന്ത് ചെയ്യും കൂടുതൽ കിട്ടും. എന്നാൽ ആദ്യമായിട്ട് ഒരു ഓർഡറിൽ നോക്കി പോയ ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല അവിടെ സമയം കിട്ടിയെന്ന് വരത്തില്ല. കണ്ടല്ലോ, ഓക്കെ. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് പോകുമ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കാര്യം ഓർമ്മ വേണം. അതായത് മെയിനായിട്ട് ഈ +2 മെയിൻസ്, അതിലെന്താ ഡിഗ്രി മെയിൻസ്, ഡിഗ്രി പ്രിലിംസ് ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വരുമ്പോൾ ഒരുപാട് പ്രസ്ഥാന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാടിക്കറിയുന്ന ഒരു ഓർഡറിൽ തന്നെ പോവാതെ ഇടയ്ക്കുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് കവർ ചെയ്ത് എന്ത് ചെയ്യുക പോകാനായിട്ട് ശ്രമിക്കുക. കണ്ടല്ലോ, ഓക്കെ. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു മാർക്ക് കിട്ടിയെന്നുള്ള കോൺഫിഡൻസ് കിട്ടും. കണ്ടല്ലോ. അപ്പോ ഇവ ആദ്യഘട്ടത്തില് പരീക്ഷ ഓരോ കാറ്റഗറിയിൽ നിന്നും അത്യാവശ്യം സമയം പോകുന്നായിരുന്നു. മാത്സിന്റെ ഭാഗത്തായിരുന്നാലും ഇംഗ്ലീഷ് ആയിരുന്നാലും ഒക്കെ അത്യാവശ്യം സമയം വേണ്ടി വന്നു എല്ലാവർക്കും. ഓക്കെ, എല്ലാത്തിൽ നിന്നും ഒരു ആവറേജ് എണ്ണം ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതുപോലെ 100 ചോദ്യങ്ങളും കവർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ വളരെ കുറവായിരുന്നു. എല്ലാവർക്കും ഈ ഒരു 1.25 മണിക്കൂർ ഉണ്ടെന്നും അത്രയും ചോദ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനിയുള്ള പരീക്ഷകളിൽ PSC ചെയ്യേണ്ടുന്നത് ഈ 1.25 എന്നുള്ളത് 1.5 മണിക്കൂർ സമയം ആക്കേണ്ടിയിരുന്നു. 1.5 മണിക്കൂറെങ്കിലും വേണം ആയിരുന്നു ഈ 2 പരീക്ഷയ്ക്കും. രണ്ടാം ഘട്ടമായിരുന്നാലും ഈ ഒരു 1.25 മണിക്കൂർ കൊണ്ട് ഈ 100 ചോദ്യങ്ങളും കവർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പോ മെയിൻസ് പരീക്ഷയ്ക്ക് സമാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും കുറെ ഉണ്ടായിരുന്നത്. അപ്പോൾ സമയം ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ കാര്യമാണ്. മിക്ക ക്ലാസ്സിലും ക്ലോക്കൊന്നും ഇല്ലായിരുന്നു, അറിയാലോ. അതാ ക്ലോക്ക് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ നിന്ന് അധ്യാപകർ കൃത്യമായിട്ട് സമയം പറഞ്ഞു കൊടുക്കത്തില്ല. ക്ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ക്ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല കൃത്യമായിട്ട് സമയം പറഞ്ഞു കൊടുക്കത്തില്ല. അതുപോലെ തന്നെ സ്കൂളുകളിൽ എന്ത് ചെയ്യുക ചിലപ്പോൾ മണി അടിക്കത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്തുണ്ട് അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ചില ക്ലാസ്സിലൊക്കെ ഇപ്പം എന്ത് ചെയ്യും പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന് അവസാനം 15 മിനിറ്റ് കൊള്ളപ്പായിരിക്കും മിക്കവാറും അതിന് 15 മിനിറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ട് മിക്കവർക്കും എന്തില്ല അവിടെ സാധിച്ചെന്ന് വരത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ആദ്യഘട്ടത്തില് അത്യാവശ്യം എന്ത് ചെയ്യാം എൻ്റെ ഒരു ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 40-45 മാർക്കൊക്കെ 40-45 മാർക്കൊക്കെ എന്ത് ചെയ്യാം ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 40-45 മാർക്കൊക്കെ സ്കോർ ചെയ്ത് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്കാണ്ട് 40-45 മാർക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഉണ്ടല്ലോ, ഞാൻ തീരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഉണ്ടല്ലോ, 1ാം ഘട്ട പരീക്ഷയായിട്ട് 1 മാസത്തിനുള്ളിലായില്ലേ. ഓക്കെ, അതുകൊണ്ട് മിക്കവാറും ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എന്നാലും ഒരു 40-45 മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഈ ഒരു അടുത്ത മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം തയ്യാറെടുക്കാം. എന്നാൽ നമ്മുടെ SI പോലുള്ള പരീക്ഷകൾക്ക് നമുക്കറിയാമല്ലോ ഇതിനേക്കാളും കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഇതിനേക്കാളും കുറച്ചുകൂടെ 5 മാർക്ക് എന്ത് ചെയ്യും ചിലപ്പോൾ കുറച്ചേ വരത്തുള്ളൂ. കേട്ടല്ലോ, ഒരു 35 മേലൊക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ SIക്ക് വരത്തുള്ളൂ. ആ ഒരു കാര്യം ഓർമ്മ വെച്ച് വയ്ക്കുക. അപ്പോൾ ഇനി ഇതിൽ നിന്ന് അടുത്ത 2ാം ഘട്ട പരീക്ഷയിലോട്ട് വരികയാണെങ്കിൽ അവിടെ പരീക്ഷ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ എന്തുണ്ട് അവിടെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പരീക്ഷ അത്ര എളുപ്പമൊന്നും അല്ല. മാത്സിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളും അത്യാവശ്യം കിണികളൊരുക്കിയ ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നെന്താ സമയം കൊല്ലുന്ന കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല, ഇംഗ്ലീഷ് അത്യാവശ്യം എളുപ്പമായിരുന്നു. 2ാം ഘട്ടത്തിൽ ഇംഗ്ലീഷ് കുഴപ്പമില്ല, അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ മലയാളം അത്യാവശ്യം കുഴപ്പിച്ച ചോദ്യങ്ങളാണ്. ഒരു 4-5 മാർക്കൊക്കെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തുള്ളൂ. അതിനുമേലെ സ്കോർ ചെയ്ത ആൾക്കാർ കാണും. എന്നിരുന്നാലും ഒരു ആവറേജ് 5 മാർക്കൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുള്ളൂ.
അത്രത്തോളം എന്താ മാത്സ് സോറി ഈ മലയാളം എന്തായിരുന്നു അത്യാവശ്യം പ്രയാസമായിരുന്നു. ഓക്കെ, പിന്നെ GK ചോദ്യങ്ങളിലും അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, പ്രസ്ഥാന രീതി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഒന്നാം ഘട്ട പരീക്ഷയിൽ മറ്റേ ഒരു പേജ് നിറയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, ഒരു പേജിൽ 2 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് തീരെ വലിയ ചോദ്യങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങളൊന്നും രണ്ടാം ഘട്ടത്തിൽ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ഘട്ട പരീക്ഷക്കാർക്ക് 1 മാസത്തോളം സമയം കൂടുതൽ കിട്ടുകയും ചെയ്തു. ആ ഒരു ബെനിഫിറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്നാൽ അവിടെയും ടൈം മാനേജ് ചെയ്ത് എഴുതാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ മാർക്ക് അല്പം പുറകോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവരും ടൈം മാനേജ് എഴുതുന്നെങ്കിൽ ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് കുറെ കൂടെ നല്ല ഒരു മാർക്ക് എന്ത് ചെയ്യും, ഒരു 60 റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു 60-65 മാർക്കൊക്കെ, അതായത് കട്ട് ഓഫ് അല്ല പറയുന്നത്, 60-65 മാർക്കൊക്കെ എന്ത് ചെയ്യാം അത്യാവശ്യം ഒരു സ്ട്രാറ്റജിയോടെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കട്ട് ഓഫ് മാർക്കിലോട്ട് വരാണെങ്കിൽ ഒരു ഏകദേശം ഒരു 50-55 മാർക്കൊക്കെ ആ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, രണ്ടാം ഘട്ടക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സെക്രട്ടേറിയറ്റിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തയ്യാറെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയില്ല, അപ്പൊ ആദ്യഘട്ടത്തിൽ എന്തായാലും പരീക്ഷയുടെ കാഠിന്യം രണ്ട് ലെവലിലായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നോർമലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് കിട്ടിയ മാർക്ക് ആയിരിക്കില്ല എന്താ കട്ട് ഓഫ് മാർക്കായിട്ട് വരുന്നത്. ഓക്കെ, നോർമലൈസ് ചെയ്ത മാർക്കായിരിക്കും വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഒരു 5 മുതൽ 8 മാർക്കൊക്കെ എന്ത് ചെയ്യും കൂടാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കേട്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് ഒരു 40 മാർക്കൊക്കെ കിട്ടിയ ആൾക്കാർ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക, പഠിക്കാതിരിക്കരുത്. അതായത് എന്താ ഈ ഒരു പ്രിലിംസ് അതിന്റെ റിസൾട്ട് വന്നിട്ട് അതിൽ ലിസ്റ്റിൽ ഉണ്ടോ നോക്കിയിട്ട് എന്ത് ചെയ്യാം പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പൊ എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം, 40-നും ഒരു അല്പം മാർക്ക് കുറവ് താഴോട്ടുള്ള ആൾക്കാരും എന്ത് ചെയ്യാവുന്നത് പഠിച്ചു തുടങ്ങുക, പറയണ്ടോ. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് പറയുമെങ്കിലും 40 ഒരല്പം താഴോട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം ജസ്റ്റ് പഠിച്ചു തുടങ്ങുക. PSCയുടെ കാര്യമാണ്. അത്യാവശ്യം ആൾക്കാരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ മാർക്ക് ഇനിയും ഒരുപാട് താഴോട്ട് വരും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോഴെന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഇനിയുള്ള പരീക്ഷകൾക്ക് എന്ത് ചെയ്യും, അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യാം, അല്പം മാർക്ക് കുറഞ്ഞവരും ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇനി അടുത്ത് മറ്റേ നമ്മുടെ സെയിൽസ്മാന്റെ പരീക്ഷ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇനി അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് BFAയുടെ ഇതിനു വേണ്ടി അടുത്ത 10th പ്രിലിംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് അടുത്ത പരീക്ഷകൾക്കും വേണ്ടി ഇത് പ്രയോജനപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, ആ മെയിൻസിന്റെ പേപ്പർ തൽക്കാലം അവിടെ നിൽക്കിയിട്ട് അത്യാവശ്യം മാർക്ക് കുറവുള്ളവർ എന്ത് ചെയ്യുക, ഈ പ്രിലിംസിന്റെ ആ ഒരു സിലബസ് ഒക്കെ വെച്ച് എന്ത് ചെയ്യുക, ഫസ്റ്റ് പേപ്പറിന് വേണ്ടി എങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു തുടങ്ങുക. മാർക്ക് ഇതിനേക്കാളും കുറവുള്ള ആൾക്കാർ കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഷോർട്ട് ലിസ്റ്റ് വരാണെങ്കിൽ എന്ത് ചെയ്യാം, ആ സമയത്ത് ബാക്കിയുള്ള ടോപ്പിക് എന്ത് ചെയ്യാം കവർ ചെയ്ത് അവർക്ക് മുമ്പോട്ട് എന്ത് ചെയ്യാം പോവാം. ഓക്കെ, എന്തായാലും ഒരു 25,000 ഒരു 30,000 ആ റേഞ്ചിലൊക്കെ എന്ത് ചെയ്യും മിക്കവാറും സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ട് മിക്കവാറും എന്ത് ചെയ്യാം പ്രിലിംസിന്റെ ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. 30,000 പേരൊക്കെ എന്ത് ചെയ്യാം മിക്കവാറും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ 2 ദിവസം മുമ്പ് PSC ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു. ഏകദേശം 60-62% ഇടയിലാണെന്ത് കൺഫർമേഷൻ നൽകിയ ഉദ്യോഗാർത്ഥികളിൽ പരീക്ഷ എഴുതിയ ആൾക്കാരെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഏകദേശം ഒരു 5 ലക്ഷത്തിന് മേലെ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഡിഗ്രി പ്രിലിംസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ 2 ഇതിനു വേണ്ടി ഏകദേശം. ഓക്കെ, അതിൽ തന്നെ പ്രിലിംസിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകിയത് ഏകദേശം ഒരു 4 ലക്ഷത്തോളം പേര് മാത്രമാണ്. 1 ലക്ഷം പേര് അവിടെ തന്നെ എന്ത് ചെയ്യും പോയി. ഏകദേശം ഒരു 4 ലക്ഷം അടുപ്പിച്ച് ഒരു 390,000 അതിന് മേലെ. ഓക്കെ, അതിന് മേലെയുള്ള ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്യുക അവിടെ ഒരു കൺഫർമേഷൻ കൊടുത്തത്. ഓക്കെ, അതിൽ തന്നെ ഇപ്പൊ എന്താ നമുക്ക് ഒരു 4 ലക്ഷം എടുക്കാം. ഓക്കെ, അതിൽ തന്നെ എന്താ ഒരു 60% ഉദ്യോഗാർത്ഥി മാത്രമേ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. 40% ആൾക്കാർ എന്ത് ചെയ്യും അവിടെ പോയി. ഓക്കെ, അപ്പോ ഏകദേശം ഒരു 2,40,000 പേര് 2,40,000 പേര് എന്ത് ചെയ്യുക അവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ തന്നെ കുറെ പേര് എന്താ വെറുതെ എന്താ ഒരു കാഷ്വൽ പുതിയ ആൾക്കാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ വെറുതെ ഒന്ന് പരീക്ഷ കിട്ടു പോകുന്ന കുറെ വിദ്യാർത്ഥികളാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഒരു 30,000 പേരൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ നിയമിക്കുവാറും അടുത്ത മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തും. ഓക്കെ, SI ഒക്കെ ആണെങ്കിൽ മിക്കവാറും അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും ഉൾപ്പെടുത്തും, കട്ട് ഓഫ് എന്ത് ചെയ്യും കുറയും കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം അതായത് ഇനി ഏകദേശം ഒരു 90 ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ 90 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ എന്ത് ചെയ്യുക,
രണ്ട് പേപ്പറിനും ഒരേ സമയം എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക. പ്രിലിംസ് അത് ആദ്യം ഈ പ്രിലിംസിന്റെ ഡേറ്റ വന്ന സമയം തൊട്ടേ ഒരു കൃത്യമായിട്ടൊരു ധാരണയോട് പഠിച്ചു പോയ ഉദ്യോഗാർത്ഥികൾ പ്രിലിംസിന്റെ പേപ്പറും മെയിൻസിന്റെ പേപ്പറിന് വേണ്ടിയിട്ടും തയ്യാറെടുപ്പ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അവർ ആദ്യമേ തന്നെ ഈ പ്രിലിംസിന്റെ പേപ്പർ ആ ടോപ്പിക്ക് മാക്സിമം ആദ്യമേ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ഇനി രണ്ടാമത്തെ പേപ്പറിന് വേണ്ടി മെയിനായിട്ടും അത് ഫോക്കസ് ചെയ്തായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ ഈ രണ്ട് പേപ്പറും എന്തായാലും പ്രിലിംസിന് വേണ്ടി നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിലിംസ് പരീക്ഷ മാർക്ക് പോയ കുറച്ച് മേഖല ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മേഖലകളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ച് രണ്ടാമത്തെ പേപ്പറിനും കൂടെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് ഇപ്പോഴേ തുടങ്ങുക. സെപ്റ്റംബർ 27 പരീക്ഷ, സെക്രട്ടറി അസിസ്റ്റന്റിന്റെ. ഓക്കെ, ഓഗസ്റ്റ് അവസാനം എന്ത് കാണും, എസ്ഐയുടെ പരീക്ഷയും കാണും. ഏകദേശം 90 ദിവസം മാത്രമേ ഉള്ളൂ. 90 ദിവസം പോലും തികച്ചില്ല സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 പരീക്ഷകളുണ്ട്, 3 മാസം സമയമുണ്ട്. ആ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്യുക, കഴിയുന്നത്ര പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് അല്പം മാർക്ക് കുറഞ്ഞ ഉദ്യോഗാർത്ഥികളും പഠിക്കാതെ മാറി നിൽക്കരുത് കേട്ടല്ലോ. ആ ഫസ്റ്റ് പേപ്പറിന് വേണ്ടി എന്ത് ചെയ്യാം, ജസ്റ്റ് പഠിച്ചു തുടങ്ങുക. അപ്പോൾ എന്തായാലും 1 മാസത്തിനകത്ത് മിക്കവാറും ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടെയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ സമയം നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പേപ്പറിന് പഠിച്ച് എന്ത് ചെയ്യാം, പോവാം കേട്ടല്ലോ. അതുകൊണ്ട് പഠിക്കാൻ മാറി നിൽക്കരുത് ദയവേത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.